إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. اتقوا الله عباد الله. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറപ്പിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. ഇബാദല്ലാഹ്, ഇന്ന തിലാവത്തുൽ ഖുർആൻ സൽവ ലികുല്ലി മഹ്സൂനിൻ വദവാഉൻ ലികുല്ലി മൗജൂഇൻ മഹ്മൂമിൻ. متى لجأ العبد إلى كتاب ربه صادقا وجد فيه الغناء والعزاء. وقال الله تعالى: الله لطيف بعباده يرزق من يشاء وهو القوي العزيز. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ മെനക്കെടുമ്പോൾ ഓരോ ദുഃഖിതരെ സംബന്ധിച്ചിടത്തോളം സമാശ്വാസം ലഭിക്കുന്ന, വേദനിക്കുന്നവനും വിഷമിക്കുന്നവനുമൊക്കെ ഏറെ അനുഗ്രഹമായിട്ട് അതിലെ വചനങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് നേരത്തെ ഓതിക്കേൾപ്പിച്ചത്. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നത്: അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഏറെ കനിവുള്ളവനാണ്. ദയയില്ലാത്ത, കനിവില്ലാത്ത, കാരുണ്യമില്ലാത്ത, മൃഗീയമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പടച്ചവന്റെ ഈ വചനം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഇതുപോലെയുള്ള വചനങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി. അള്ളാഹു തൻ്റെ അടിമകളോട് ലത്തീഫാണ്, കനിവുള്ളവനാണ്. 2-3 അർത്ഥങ്ങളിൽ വരുന്ന ഒരു പദമാണ് ലത്തീഫുൻ എന്നുള്ളത്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്,
അവൻ ഏറെ ശക്തനും പ്രതാപശാലിയുമത്രേ. ഈ ചെറിയ വാക്യം സമാധാനവും സമാശ്വാസവും നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ദയയെ സംബന്ധിച്ച്, കാരുണ്യത്തെ സംബന്ധിച്ച്, അവൻ്റെ കനിവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ്. എന്തിന് അള്ളാഹു ഇത്രമാത്രം നമ്മളോട് ദയ കാണിക്കണം? നമ്മളെ ആവശ്യമുണ്ടോ അള്ളാഹുവിന്? അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് നമ്മളെ ആവശ്യമുണ്ടോ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങളാണ് അള്ളാഹുവിന് ആവശ്യക്കാരായിട്ടുള്ളത്. അള്ളാഹു ധന്യനാണ്, സ്തുത്യർഹനാണ്. നമ്മുടെ ഓരോ നിശ്വാസത്തിനും, നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നവരാണ്. ഇല്ലാതെ നമുക്ക് ഒരടി മുന്നോട്ട് നടക്കാൻ സാധിക്കില്ല. എന്നിട്ടും അള്ളാഹു പറയുന്നു, അള്ളാഹു ലത്തീഫുൻ ബിഇബാദിഹി. അള്ളാഹു അവൻ്റെ അടിമകളോട്, അവൻ്റെ സൃഷ്ടിജാലങ്ങളോട് ഏറെ ദയയുള്ളവനാണ് കേട്ടോ, കനിവ് കാണിക്കുന്നവനാണ് കേട്ടോ. ഈ ഒരു ലത്തീഫുൻ എന്ന ഈ പദത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കനിവിനെ സംബന്ധിച്ചാണ്, കാരുണ്യത്തെ സംബന്ധിച്ചാണ്. പിന്നെ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾ റഊഫുൻ, വദൂദുൻ, റഹീമുൻ എന്നൊക്കെ ഈ സ്നേഹവായ്പകൾ, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ വാക്ക് തന്നെ അള്ളാഹു മറ്റൊരു രൂപത്തിൽ ഉപയോഗിച്ചത് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം വിശദീകരിക്കുന്നിടത്ത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. മകനെ, ഒരു കടുകുമണിയോളം ഉള്ള കാര്യമാണെങ്കിൽ പോലും അത് ഏതെങ്കിലും അഗാധമായ ഒരു പാറക്കുള്ളിലാണെങ്കിലും, അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ ഒക്കെ ഏതവസ്ഥകളിലുമൊക്കെയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനാകുന്നു എന്ന് അള്ളാഹു അവനെ പരിചയപ്പെടുത്തുക. സൂക്ഷ്മമായി അറിയുന്നവനാണ്, വളരെ കൃത്യമായി പടച്ചവൻ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ് എന്ന് പഠിപ്പിക്കാനാണ് ലത്തീഫുൻ എന്ന പദം അവിടെ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഈ പദത്തിന് രണ്ടർത്ഥങ്ങൾ മനസ്സിലാക്കി. ഒന്ന് കനിവുള്ളവൻ എന്നാണ്, രണ്ടാമത് സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ, ആ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി തന്നെ അറിയുന്നവൻ. എന്നാൽ അതോടൊപ്പം തന്നെ തൻ്റെ സൃഷ്ടിജാലങ്ങളോട് ഏറെ കനിവോടുകൂടി ദയയോടുകൂടി വർത്തിക്കുന്നവൻ. കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായി അറിയുന്നവനാണ് പടച്ച റബ്ബ്. പക്ഷേ അതോടൊപ്പം തന്നെ പടച്ച റബ്ബിനെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത്, ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതാണ്, അസ്മാഉല്ലാഹുൽ ഹുസ്നയിൽ വരുന്ന അള്ളാഹുവിന്റെ സവിശേഷമായ നാമങ്ങളിൽ വരുന്ന ഒരു പേരാണ്, ഒരു നാമമാണ് ലത്തീഫുൻ എന്നുള്ളത്. ദയാലുവായ കരുണാനിധിയായ പടച്ചറപ്പാണ് കേട്ടോ. ഈ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അള്ളാഹു ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കിണറ്റിൽ വലിച്ചെറിയപ്പെടുന്നു. അവിടെ നിന്ന് യാത്രാസംഘം, അവിടെ കച്ചവട സംഘം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. എന്നിട്ട് കൊണ്ടുപോയി അങ്ങാടിയിൽ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ വാങ്ങിയ
ആളുകളുടെ വീട്ടിൽ നിന്ന് പിന്നീട് ജയിലിലടക്കപ്പെടുകയാണ്. ആ ജയിലിൽ നിന്ന് മോചിതമായി പിന്നീട് തിരിച്ചു വരുന്നത് ആ നാടിന്റെ ഭരണം, ആ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും നഷ്ടപ്പെട്ടു പോയ തന്റെ കുടുംബത്തെ മുഴുവനും ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥയുണ്ട്. കടലിലേക്ക്, വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു പിഞ്ചു പൈതൽ അവിടെ കണ്ടെടുത്ത്, ആ കുട്ടിയെ കണ്ടെടുത്ത് കൊട്ടാരത്തിൽ താമസിപ്പിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നു. ആ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനിടക്ക് സ്വന്തം ഉമ്മ തന്നെ ആ കുഞ്ഞിന് പാല് നൽകാൻ, മുലപ്പാൽ നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അവിടെ നിന്ന് ചെങ്കടൽ കടന്ന് മറുകരയിലേക്ക് രക്ഷപ്പെടാൻ അവിടെ മന്നും സൽവയും ഒക്കെ ലഭ്യമാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന കഥകൾ ഖുർആൻ പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഞെരുക്കങ്ങളോടൊപ്പം പ്രയാസങ്ങളോടൊപ്പം എളുപ്പമുണ്ടാകും. മാത്രമല്ല, രണ്ട് എളുപ്പങ്ങളെ അതിജയിക്കാൻ ഒരു കാരണവശാലും ഒരു പ്രയാസത്തിന് സാധിക്കുകയില്ല എന്നുള്ള വിധത്തിലാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു. ഇനി നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നു. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാതിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുസ്റഫൂൻ. 3 ഇരുട്ടുകൾക്കുള്ളിലായി മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നില്ലേ നിങ്ങൾ? മാതാവിന് പോലും നിങ്ങൾക്ക് വേണ്ടി സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോ നാം ഒന്നുമല്ലാതിരുന്ന ഗർഭപാത്രത്തിൽ നമ്മെ പരിരക്ഷിച്ച റബ്ബ് നമ്മൾ വിട്ടേക്കുമെന്ന്, നമ്മളെ വീണ്ടും സഹായിക്കുകയില്ല എന്ന് ആ റബ്ബിന്റെ ദയയും കനിവും സ്നേഹവും ലാളനയുമൊന്നും വീണ്ടും വിശ്വാസികളെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം ദയ ഉള്ളവനാണ് നമ്മുടെ റബ്ബ് എന്ന്. അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നത് റബ്ബി എന്നാണ്. എന്റെ രക്ഷിതാവേ എന്ന ഓരോരുത്തരും വിളിക്കുന്നത്. റബ്ബി എന്റെ രക്ഷിതാവേ എന്ന് ആധികാരികമായി വിളിക്കാൻ, അവകാശത്തോടുകൂടി വിളിക്കാൻ അള്ളാഹു നമുക്കതിനുള്ള അനുവാദം തന്നിരിക്കുക. എന്റെ റബ്ബേ എന്ന് വിളിക്കാൻ ഓരോരുത്തർക്കും സ്വന്തമായി എന്റേതാണ് എന്റെ രക്ഷിതാവ് എന്ന് തോന്നത്തക്ക വിധത്തിൽ അവനെ വിളിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുകയാണ്. നാം വിളിച്ചാലോ, അള്ളാഹു നമ്മൾ വിളിച്ചാൽ അവൻ ഉത്തരം ചെയ്യും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ റെഡിയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. നമ്മൾ അവനെ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ അവന്റെ ഭാഗത്തേക്ക് പോകുന്നുവെങ്കിൽ, അവനെ അറിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ, നീ അവനെ സൂക്ഷിക്കണം കേട്ടോ, അവനെ ശ്രദ്ധിക്കണം കേട്ടോ. പടച്ചവൻ നിന്നെ കാത്തോളും, നിന്നെ ശ്രദ്ധിച്ചോളും എന്ന് അള്ളാഹു പറയുന്നു. നാം അവനെ അനുസരിച്ചാൽ അവൻ നമുക്ക് പ്രതിഫലം നൽകാമെന്ന്. താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം നൽകാം. അള്ളാഹുവിനെ അനുസരിച്ചാ മതി, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചാ മതി. അങ്ങനെയാകുമ്പോ പടച്ചവൻ പ്രതിഫലം നൽകാൻ വെറുതെ ചെയ്യേണ്ട, ചെയ്തതിന് പ്രതിഫലം തരാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. നാം വല്ലതും നൽകിയാൽ അതിനൊരുപാട് സൗകര്യങ്ങൾ നൽകാം, സൗഖ്യങ്ങൾ നൽകാം. ആരാണ് നൽകുന്നത്, ആരാണ് സൂക്ഷ്മത പുലർത്തുന്നത്, ആരാണ് ഏറ്റവും സത്യമായതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്, അവനവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാമെന്ന് അള്ളാഹു പറയുന്നു. ദയാലുവാണ് പടച്ച റബ്ബ്.
കാരുണ്യവാനാണ് പടച്ച റബ്ബ്. ഇങ്ങനെയൊക്കെയാ നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മൾ വിശ്വസ്തരാണോ? നമ്മുടെ ജീവിതത്തിൽ കൃത്യതയുണ്ടോ? ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ പ്രവർത്തികൾ ഒന്നും തന്നെ അള്ളാഹു നിഷ്ഫലമാക്കി കളയുകയില്ല. ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഏറ്റവും നന്നായി പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്നവനായ ലത്തീഫായ ഖബീറായ അല്ലാഹു, ദയാലുവായ അല്ലാഹു, അതിസൂക്ഷ്മമായി അറിയുന്ന, വളരെ കൃത്യമായി അറിയുന്ന റബ്ബ് എല്ലാം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ച് അവൻ പ്രതിഫലം നൽകുന്നതാണ്. നിങ്ങൾ ആവശ്യക്കാരായിരുന്നു, സാമ്പത്തികമായി ആവശ്യമുള്ളവരായിരുന്നു, പലതരക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. അവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഭയം നൽകിയവനാ. എന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ നിർവഹിച്ചു തന്നിട്ടുണ്ട് പടച്ച റബ്ബ്. അങ്ങനെ നോക്കുമ്പോ എങ്ങനെയാ പടച്ചവൻ നമ്മളെ സമീപിക്കുന്ന അറിയോ? നമ്മൾ പുറകോട്ട് പോകുമ്പോ അവൻ വിളിക്കുക, ഈ അടിമ എന്റെ അടുക്കലേക്ക് വാ. അവന്റെ വിശ്വാസിയെ വിളിച്ചിട്ട് യാ ഇബാദ്, എന്റെ പുന്നാര അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു അവനിലേക്ക് അടുപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അടുക്കുമ്പോ നമ്മൾ ചെറിയൊരു വേഗതയിലാണ് പോകുന്നതെങ്കിൽ കൂടുതൽ വേഗതയിൽ നമ്മളോട് കൂടുതൽ അടുക്കാൻ അള്ളാഹു റെഡിയാണ് എന്ന് നമ്മളോട് പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു. പടച്ചവനോട് ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനകൾ ഓരോന്നും നിഷ്ഫലമായി പോകുന്നില്ല. അവൻ കേൾക്കാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല. പടച്ചവൻ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ഇല്ലാ അതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ ഇമ്മാ തുഅജ്ജല ലഹു ദഅവതുഹു വഇമ്മാ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ വഇമ്മാ യസ്രിഫ അൻഹു മിൻ സൂഇൻ മിസ്ലഹാ. മൂന്നാലൊന്ന് സംഭവിക്കും അവിടെ. നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്ക് അത്തരുണത്തിൽ തന്നെ, ആ അവസരത്തിൽ തന്നെ ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരിക്കും. പുറകോട്ട് ആലോചിച്ചു നോക്കൂ. കാലങ്ങൾ കടന്നു വന്നപ്പോ പടച്ചവനോട് താണുകയാണ് അപേക്ഷിച്ച രംഗങ്ങളെ സംബന്ധിച്ച്, അവസരങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ. എത്ര ഉത്തരം ലഭിച്ച പ്രാർത്ഥനകളാണ് ജീവിതത്തിലൂടെ കടന്നുപോയത്. അതുകൊണ്ടല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നഷ്ടപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും, കരഞ്ഞു പറഞ്ഞ ഓരോ വാക്കുകളും, നിങ്ങൾ വാക്കുകളില്ലാതെ പറഞ്ഞ ആ ഓരോ സന്ദർഭങ്ങളും, അതൊക്കെ പടച്ചവൻ അറിയുന്നുണ്ട് കേട്ടോ. പരലോകത്തേക്ക് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച ഏതോ ഒരു കാര്യല്ലേ, ആ കാര്യത്തെ പോലെ മറ്റെന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. ഏതോ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, അതേപോലെ മറ്റേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയിട്ടുണ്ടാകാം, രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇങ്ങനെയാണ് പടച്ചവന്റെ കനിവിനെ സംബന്ധിച്ച്, കാരുണ്യത്തെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ചുരുക്കത്തിൽ അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ സംബന്ധിച്ച് എന്താ വിചാരിക്കുന്നത്? ഞാൻ ക്രൂരനാണ് എന്നാണ് അവൻ വിചാരിച്ചത്. അല്ല, ഒരിക്കലുമല്ല. അവന്റെ ദയാവായ്പിനെ സംബന്ധിച്ച്, അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച്, അവനിങ്ങനെ എളുപ്പം നൽകുന്നവനാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ ധാരണയോടുകൂടി ജീവിക്കുന്ന ആളുകളെ മനസ്സിലാക്കുക. അന ഇൻദ ദന്നി അബ്ദി ബി, എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ അങ്ങനെയാ നിങ്ങളോടുമുള്ള ഇടപഴക്കങ്ങൾ, ഞാൻ നിങ്ങളോടും അങ്ങനെ തന്നെയാ. വഅന മഅഹു ഹൈസു യദ്കുറുനി, എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർക്കാൻ ഉണ്ട്. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവന്റെ ഉള്ളിൽ എന്നെ സംബന്ധിച്ചുള്ള ധാരണയുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, ആ ദിക്റുകളുമായാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവനെ നാം അങ്ങനെ തന്നെ എന്നിലായിക്കൊണ്ട്, എന്റെ സ്വന്തത്തിലായിക്കൊണ്ട്
അവന്റെ സ്വന്തത്തിന് വേണ്ടി അവന് വേണ്ടി ഞാൻ അവനെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ വെച്ച് എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ ഭയപ്പെടേണ്ട, നിങ്ങളെ സംബന്ധിച്ചും നല്ലത് പറയും. നിങ്ങളെക്കാൾ, നിങ്ങൾ കാണുന്നവരെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടവരായ ജനവിഭാഗത്തിന്റെ മുമ്പിൽ നിങ്ങളെ സംബന്ധിച്ച് നാം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ലവരാണ് എന്ന്, നിങ്ങൾ നല്ലവനാണ്, നല്ലവളാണ് എന്ന്, നിങ്ങൾ സുഹൃത്തുക്കൾ ചെയ്യുന്നവരാണ് എന്ന്, പടച്ചറബിനോട് അടുക്കുന്നവരാണ് എന്ന്, അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. വൈൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ വൈൻ അതാനി യംശി അതൈതുഹു ഹർവലതൻ. ഒരു ചെറിയ ദൂരം അടുക്കുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ, അതിനേക്കാൾ ദൂരത്തോട്, അതിനോട്ട് അടുത്തോട്ട് ഞാൻ അവനിലേക്ക് നടന്നടുക്കുന്നുണ്ട്, വരുന്നുണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന വചനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനെ നമ്മൾ അറിയാം, ലത്തീഫായ അള്ളാഹുവിനെ നമ്മൾ അറിയാം, ദയാവാരിതിയായ സ്നേഹമുള്ളവനായ പടച്ചറബിനെ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദയയില്ലാത്ത, കാരുണ്യമില്ലാത്ത ഒരു ലോകത്ത് പിഞ്ചു മക്കളെ പോലും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ നിഷ്കരുണം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഭരണം നടത്തുന്ന, രാജ്യം ഭരിക്കുന്ന, ലോകം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ലത്തീഫ് എന്ന പടച്ചറബിനെ പരിചയപ്പെടുത്തുന്നത്. അവന്റെ ലത്തുഫിന് വേണ്ടി, അവന്റെ കാരുണ്യത്തിന് വേണ്ടി, അവന്റെ സ്നേഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും അവനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫദ്ലി വൽ വഫാ. അമ്മാ ബഅദ്. ഊസിക്കും വയ്യാസാനിയം ബിത്തഖ്വല്ലാഹ്. പടച്ചറബിൻ്റെ വിധിയിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു ചുവട് വെച്ചാൽ, ഒരു ചെറിയ ചുവട് വെച്ചാൽ പടച്ചറബ് വലിയൊരു കാരുണ്യമായി നമ്മുടെ അടുക്കിലേക്ക് വരുമെന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. നമ്മൾ സുജൂദിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും, നമുക്ക് കരയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും, അതുപോലും ആ കണ്ണുനീർത്തുള്ളികൾ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അത് പരിഗണിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. തൻ്റെ റബ്ബിനോട്, കാരുണ്യവാനായ തൻ്റെ രക്ഷിതാവിനോട്, ദയാവാലുവായ പടച്ച റബ്ബിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്നത്, ഒരടിമക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്നുണ്ട് അവൻ സുജൂദിലായിരിക്കുമ്പോൾ. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കരഞ്ഞ് പറയണം, അവരോട് വിശദീകരിച്ച് കൊടുക്കണം, സമയം മെനക്കെടണം. പക്ഷേ ദയാലുവായ സൃഷ്ടാവായ കാരുണ്യവാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ നിശബ്ദതയും അവന് കാര്യം മനസ്സിലാകും. നമ്മുടെ കണ്ണുനീർത്തുള്ളികൾക്ക് അതിൻ്റെ വിലയെന്താണെന്ന്, ആ സങ്കടം എന്താണെന്ന് ആ കണ്ണുനീർത്തുള്ളികൾ ഉറ്റിറ്റ് വീഴുമ്പോൾ അതിൽ നിന്ന് പടച്ചറബിന് നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ദയാലുവാണ്, അത്രമാത്രം അടുത്തവനാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മൾ ആ മനുഷ്യനെ സൃഷ്ടിച്ചത്, നമ്മൾ സൃഷ്ടിച്ച മനുഷ്യൻ്റെ കണ്ഠനാടിയേക്കാൾ, ജീവനാടിയേക്കാൾ ഏറെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും അടുത്ത് നിൽക്കുന്ന എന്നോടാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചോട്ടെ, ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നത്. ആ റബ്ബിനെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഒരായത്ത് കൂടെ ഉണ്ട്, ലാ തുദ്രിക്കുൽ അബ്സാർ ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ആ ലത്തീഫ് എന്ന പദം വീണ്ടും ഉപയോഗിക്കുന്ന മൂന്നാമത്തൊരിടം ലാ തുദ്രിക്കുൽ അബ്സാർ, അവനെ കണ്ണുകളാരും കാണുന്നില്ല, പ്രാപിക്കുന്നില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാർ, എല്ലാ ദൃഷ്ടികളെയും, എല്ലാ കണ്ണുകളെയും, എല്ലാ നോട്ടങ്ങളെയും ഒക്കെ കാണാൻ കഴിയുന്നവനാണ് കേട്ടോ ആ പടച്ചറബ്. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനേറെ സൂക്ഷ്മജ്ഞാനിയാണ്. അൽ ഖബീർ, എല്ലാ കാര്യങ്ങളും കൃത്യമായി
കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കണ്ണുകൊണ്ട് അവനെ നമ്മൾ കാണുന്നില്ല, രക്ഷിതാവിനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ലത്തീഫായ റബ്ബ്. ആ ലത്തീഫ് എന്ന പദത്തിന് നമ്മളെ സൂക്ഷ്മമായി നോക്കുന്നവൻ, നമ്മളെ സൂക്ഷ്മമായി അറിയുന്നവൻ, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ട് ചോദിക്കാതെയും ഒക്കെ നിരന്തരമായി ചെയ്തു തരുന്നവൻ എന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പടച്ചവനിലേക്ക് അടുക്കുക, അവൻ്റെ ദയക്ക് വേണ്ടി, അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതിയുണ്ടാകും, ഒരു പരിധിയുണ്ട് എല്ലാറ്റിനും. അത് ശാന്തമായി ഭംഗിയായി ആ കാര്യങ്ങൾ ഓരോന്നും പര്യവസാനിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ മക്കൾക്കും സന്താനങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ സൗഭാഗ്യവും നൽകുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ നാടിനും ലോകത്തിനുമൊക്കെ അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ الكويت واهلها من كل شر ومكروه واجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين. اللهم احفظ اخوتنا المرابطين وثبت الارض تحت اقدامهم. اللهم وفق اميرنا وولي عهده لما تحب وترضى وخذ بنواصيهما للبر والتقوى واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. وآخر دعوانا الحمد لله رب العالمين.